ശരിക്കും നമ്മളിപ്പോ വർഷങ്ങൾക്ക് ശേഷം ഇന്നിപ്പോ ഇങ്ങനെ കാണുമ്പോ അന്നത്തെ ഓർമ്മകളും കാര്യങ്ങളും അല്ലേ? അല്ല ശരിക്കും ഇപ്പൊ തോന്നുന്നു രസികരാജ വീണ്ടും ചെയ്യാനൊക്കെ തോന്നുന്നു അല്ലേ? എന്താ പറയുക, സുവർണ്ണ കാലഘട്ടം വരുന്നത് നമ്മളുടെയൊക്കെ ലൈഫിൽ. അല്ല ശരിക്കും ബൈചേട്ടൻ ആലോചിക്കുക, നമ്മുടെ രസികരാജ ഇന്നായിരുന്നു ടെലികാസ്റ്റ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിന്റെ റീച്ചും സോഷ്യൽ മീഡിയ അത്രയും പ്രബലപ്പെട്ടിട്ടില്ല അന്ന്. പിന്നെ നമ്മൾ എത്ര നല്ല കൗണ്ടറുകള് റീൽസിൽ കയറി വന്നേനെ. നീ വരക്കണല്ലേ? ഞാൻ വരക്കണേ. നീ രമ്യനത് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു പടം വരക്കാൻ പറ്റും. രമ്യനെ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ രമ്യയുടെ കൈ കൊടുക്കും. ഇത് ഞാൻ പിടിക്കുക. അതെ, ബൈചേട്ടൻ എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് വരയില്. ഇനിയിപ്പോ എവിടെ വരയ്ക്കും? വരച്ചിട്ടുണ്ട്. നീ ഇതെല്ലാവരോടും പറയണ്ടല്ലോ അല്ല, ഞാൻ രമ്യനെ വരക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് സമയമില്ല, കാരണം എനിക്ക് മൂഡില്ല. ആ മൂഡ് വേറൊരു മൂഡ് വരുമ്പോഴാണ് നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റും. ശരി, അതൊക്കെ പോട്ടെ. വരും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നു. വേറെ എന്തൊക്കെയാണ് ഇപ്പം രസികരാജയ്ക്ക് നമ്മുടെ പ്രോഗ്രാമിന് ശേഷം ഇപ്പൊ നിങ്ങൾ എന്തൊക്കെയാ ചെയ്യണേ? സിനിമ അഭിനയം മാത്രമായിട്ട് അങ്ങ് നിർത്തുവാണോ? സ്റ്റേജ് ഷോസും നിങ്ങളൊക്കെ എത്ര ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാ, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ? സ്റ്റേജ് ഷോ ഉണ്ട്, പിന്നെ സ്റ്റേജ് ഷോ ഉണ്ട് കേരളത്തിലും ഇന്ത്യയും ഒട്ടാകെയും ഇന്ത്യക്ക് പുറത്തും നമ്മൾ ഏത് വേദിയിൽ വന്നാലും ഇപ്പോഴും നിങ്ങൾ ആക്റ്റീവ് ആണല്ലേ? സുരേഷ് ഗോപിയുടെ കാര്യം പറയല്ലേ, ഈ സൂര്യ ടിവിക്ക് വേണ്ടി ഞാൻ സുരേഷ് ഗോപി ഒരു ചാനലില് മെയിൻ ആയിട്ട് ചെയ്യുമ്പോ ഓപ്പോസിറ്റ് അതേ ടൈമില് സുരേഷ് ഗോപിയുടെ പ്രോഗ്രാം ചെയ്തിരുന്നു കോട്ടീശ്വരൻ. അത് രണ്ടു മുഴം പൂ തരൂ. നടക്കാൻ പാടില്ല. കോട്ടീശ്വരന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് നീ വന്നത്. ഞാനൊരു കോട്ടീശ്വരൻ എന്ന പരിപാടി ഞാൻ കണ്ണുകൊണ്ട് കാണിച്ചോണ്ട് വന്നല്ലെങ്കിൽ ഇവിടെ കോട്ടിട്ടോണ്ടല്ലടാ, സുരേഷ് ഗോപിനെ അനുകരിച്ചുകൊണ്ട് സൂര്യ ടിവിയിൽ ഞാൻ ചെയ്തു. ഇനിയിപ്പോ എന്നാ അതൊക്കെ ഒന്ന് പറയട്ടെ. പഴയ ഓർമ്മകളൊക്കെ ഒന്ന് അയവർക്കായിരുന്നു ചേട്ടാ, അയവിട്ടുകയായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും രസികരാജ എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോ ചേട്ടാ എന്ന് വിളിച്ചോണ്ടെന്ന് വെച്ചാ പിന്നെ സാറേ എന്ന് വിളിച്ചു തുടങ്ങി. എന്താണ് ഉള്ളിൽ നമുക്കറിയില്ല, സാറേ എന്ന് വിളിക്കാറുണ്ട്. പിന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ലല്ലോ അക്ഷരം. അതാണ് ഞാൻ പറഞ്ഞത്, ഉള്ളിൽ എന്താണെന്ന് അറിയില്ല. അല്ല അതല്ല, വേറെ സംഭവം ഉണ്ട് കേട്ടോ, ഉള്ള കാര്യമായിട്ട് പറയാം. കുറെ നമ്മളെ ഈ പ്രേക്ഷകർക്കിടയ്ക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു സ്നേഹത്തോടെ ഇപ്പോഴും കാണുന്ന ഈ സൂര്യ ടി വി ആർട്ടിസ്റ്റുകളെ മാത്രമേ ഉള്ളൂ. അതിനകത്ത് യാതൊരു സംശയം അല്ല. സൂര്യ ടിവിയിൽ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാവരുടെ മനസ്സിൽ സ്ഥാനമുണ്ട്. അല്ല, ഇപ്പൊ നമ്മൾ കാണുമ്പോ പല അമ്മമാരും ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പ്രോഗ്രാം കാണാൻ വേണ്ടി സൺഡേ വെയിറ്റ് ചെയ്യുമായിരുന്നു രസികരാജൻ പറഞ്ഞു. അപ്പൊ എപ്പോഴും ചോദിക്കും രമ്യ എവിടെ പോയി, ഇവൻ എവിടെ പോയി, നിന്നെ ചോദിക്കും. എനിക്ക് അറിയാൻ പറ്റില്ല. രമ്യ ദുബായിലാണ് സെറ്റിൽ. ഇവരും അങ്ങനെ തന്നെ പറയുന്നത്. അല്ല, രമ്യനെ പുകഴ്ത്തി പറഞ്ഞല്ല ഞാൻ അവിടെ വെച്ച്, നമുക്ക് അതിന്റെ ആവശ്യമില്ല. രമ്യ എനിക്കൊന്നും തന്നിട്ടുമില്ല. അല്ല, രമ്യയുടെ ചിരിയെ പറ്റിയും ഇപ്പോഴും പറയുന്നുണ്ട് ആൾക്കാർ. നമ്മളിപ്പോ കിലുക്കം എന്നുള്ള ഒരു പടമാണെ തന്നെ അന്നത്തെ കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ വീട്ടിൽ നിന്നൊക്കെ ഉള്ള കാശും അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിന് വന്നുള്ള കാശേ ഉള്ളൂ. ഒറ്റ തവണ തിയേറ്ററിൽ പോയി കണ്ടിട്ടാണ് അതിലെ ഒറ്റ തവണ കണ്ടിട്ടാണ് ഇത്രയും കാലം നീ ആ പ്രാന്തത്തെയും കൂടെ ഉടുത്തൊരുങ്ങി ശൃംഗരിച്ച് നടന്നത് എന്റെ കാശിന്, ഇത്രയും കാലം നീ അവളും കൂടെ തിന്നു മുടിച്ചത് എന്റെ കാശിന് എന്ന് പറഞ്ഞിട്ട് ഈ സാധനം പഠിച്ചത്. ഈ അടുത്ത ഇടയ്ക്ക് യൂട്യൂബിൽ അടിച്ചു നോക്കുമ്പോഴാണ് കറക്റ്റ് ആണത്. അതെ, ആ ഒറ്റ തവണ. ഇന്നത്തെ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റീടേക്ക് അടിച്ച് കാണാൻ പഠിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെയൊക്കെ കാലത്തെ ആ നമ്മളൊക്കെയാണ് പൊളികള്. നമ്മളങ്ങനെ പറയണല്ലേ, നമ്മള് തന്നെയാണ് പൊളികള്. അല്ലല്ല, പക്ഷെ ഇന്നത്തെ ജനറേഷൻ എന്തൊക്കെ ടെക്നോളജിയും അവർക്ക് ഫെസിലിറ്റീസ് ഉണ്ടെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത, നമ്മൾ ഫീൽ ചെയ്ത കുറെ നല്ല അനുഭവങ്ങളും നല്ല കുറെ മെമ്മറീസ് ഇന്നത്തെ ജനറേഷൻ. അന്നത്തെ എല്ലാ അനുഭവങ്ങളും നല്ലതാക്കണം. കാരണം നമ്മൾ എത്ര കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ത്യാഗം സഹിച്ചിട്ട് ഇവിടം വരെ എത്തിയതെങ്കിൽ പോലും അതൊക്കെ നല്ലൊരു ഓർമ്മകളായിട്ട് തീർച്ചയായിട്ടും എന്നും ഓർക്കുമ്പോൾ നല്ല നല്ല സുഖങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. എന്തായാലും സൂര്യ എന്ന് പറയുന്ന ചാനലിൽ എല്ലാവരും കേൾക്കുമ്പോഴും ഓർക്കുമ്പോഴും അതിനകത്ത് നിങ്ങളുടെ മനസ്സിൽ ഇന്നും സ്നേഹത്തോടെ ഞങ്ങൾ ഇങ്ങനെ കുറച്ചു പേരുണ്ട് എന്നറിയുന്നതിന്റെ ഒരു സന്തോഷം തന്നെയാണ്. ഇന്നത്തെ ഈ ഒരു 25ാമത്തെ വാർഷികത്തിൽ നമുക്ക് അതിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചു. ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ ഞങ്ങൾക്ക് തന്ന സൂര്യ ടിവിക്ക് ഒരുപാട് നന്ദി. അപ്പൊ നമുക്കിനി ഒരുപാട് ഓണവിശേഷങ്ങൾ എല്ലാവരുടെയും കാണാനുണ്ട്. നിങ്ങളെ കൊണ്ടൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. അത് വെച്ചാൽ സീനിയേഴ്സ് ആണ്, ഭയങ്കര റെസ്പെക്ട്ഫുൾ ആണെന്നൊക്കെ പറഞ്ഞു. ഒലമ്പിന്റെ ഉസ്താക്കൾ പറഞ്ഞാൽ ഞാനൊന്നും ഒന്നുമല്ല, എന്റെ ഒന്നും സൗണ്ട് ഇവിടെ കേൾക്കാനേ ഇല്ല. അയ്യോ എന്റെ ദൈവമേ, അതിന്റെ ഇടയ്ക്ക് അവിടെ ഒരു കോസ്റ്റ്യൂം ചേഞ്ച്. നമുക്കൊരു
കാര്യം ചെയ്യാം, നമ്മൾ കുറെ നേരമായിട്ട് വളവളാന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. ശരി, അപ്പൊ എന്തായാലും നമ്മള് ഒരു ഗെയിമിലേക്ക് കടക്കുകയാണ്. രഞ്ജിതേന്റെ പരിപാടി എന്ന് പറയുന്നത് പണ്ട് ഊരാക്കുടുക്ക് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അതിനെ ആസ്പദമാക്കി നമുക്കൊരു ഗെയിം ഇവിടെ നടത്തിയാലോ? മേ ബി ഇതോടുകൂടി വീണ്ടും സൂര്യ ടി വി ഊരാക്കുടുക്ക് 2 തുടങ്ങിയാലോ? മേ ബി ആവണേ. ഞാനിപ്പം പുള്ളിയെടുത്ത് തന്നെ ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കും, ഒറ്റ ചോദ്യം. പക്ഷെ നിങ്ങൾ പല ഉത്തരം പറയണം. ഒരു ചോദ്യത്തിന് പല ഉത്തരം പറയണം. എനിക്ക് ഫോണേ ഫ്രണ്ടും ഹെൽപ്പ് ലൈനും വേണേ. വേണ്ട, അല്ല എനിക്ക് വേണം. തരില്ല, തരില്ല തന്നെ. ചോദിക്കുന്ന സുരേഷ് ഗോപി ഒറ്റ ചോദ്യം, ഒറ്റ ചോദ്യം പല ഉത്തരം. എന്താണ് ആൻസർ? സാവു? കടൽ. അല്ല, ഒറ്റ ചോദ്യം എന്നോട് എന്താ ചോദിക്കാം? ഒരു ചോദ്യം പല ഉത്തരം. ആ ചോദ്യത്തിന് പല ഉത്തരങ്ങളുണ്ട്. എന്താ പേര്? നമ്മുടെ പേര് പേരെന്താ? ഉത്തരമാണ്. പല ഉത്തരം കിട്ടും. അത് എന്താ? പല അല്ല. സമയം. സമയം എന്തായി? സമയം എന്തായി? കറക്റ്റാ. സമയം ഇത്രയും ഒരു ചോദിച്ചാൽ ചോദ്യം പലത് പറയാം. 10 മിനിറ്റ് കഴിഞ്ഞ 3:10. വെറുതെ അല്ല, കോമഡി ടൈം ചെയ്തത്. സമയം കറക്റ്റ് ഉത്തരമാണ്. സമയം. അപ്പൊ സമ്മാനമുണ്ട്. ഒരു നെല്ലരി സോട്ടെക്സ് റൈസ് ആണ് ലഭിക്കുന്നത്. എന്താ എന്താ നെല്ലരി സോട്ടെക്സ് റൈസ്. അരി മനസ്സറിഞ്ഞു കൊടുക്കണേ. അതെ, ഇരുന്നോ. ഇപ്പൊ രുചിയുള്ള ഒന്നിന് അരി, നമ്മുടെ നെല്ലരി സോട്ടെക്സ് റൈസ്. സന്തോഷായില്ലേ? പാലക്കാട് മട്ട. അപ്പൊ നെല്ലരി ആണ് കിട്ടിയിരിക്കുന്നത്. സന്തോഷായില്ലേ? നെല്ലരി സോട്ടെക്സ് റൈസ് ആണ്. സോട്ടെക്സ് റൈസ്. രുചിയുള്ള ഊണിന് അരി, ഇനി നെല്ലരി സോട്ടെക്സ് റൈസ്. ഇനി ഞാൻ വേറെ രീതിയിലാണ് ചോദ്യം ചോദിക്കാൻ പോകുന്നത്. ഒരു ബൗൾ നിറച്ച ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടാവും. ഉത്തരം പറയാൻ നിങ്ങൾ എല്ലാവരും റെഡിയാണ്? ഈ ബൗൾ കൊണ്ടുവരട്ടെ. ഗ്രീൻ ബൗൾ വരട്ടെ. യെസ്, ദാ കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, മണിക്കുട്ടൻ ചേട്ടനിൽ നിന്ന് തുടങ്ങട്ടെ. സംഭവമൊക്കെ പറഞ്ഞുതരാം. ഇതിനകത്ത് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരവുമായിട്ട് അതാ വരുന്നു മണിക്കുട്ടൻ ചേട്ടൻ. എടുത്തോ മണിക്കുട്ടൻ ചേട്ടാ, പറഞ്ഞോളൂ, വായിച്ചോളൂ. വായിക്കണോ? ഇവിടെ ഉള്ള ഒരാളെ മനസ്സിൽ വിചാരിച്ച് അനുകരിച്ച് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുക. അതായത് ആരാണെന്നുള്ളത് ചേട്ടന് മാത്രമേ അറിയാൻ പാടുള്ളൂ. പറ്റില്ല, വളരെ ഈസി ആയി പോയി. ഞാൻ പറ്റില്ല. ചോദിച്ച ആൻസർ ടീമാണോടോ? ഏത് ടീമാണ്? ശരി ശരി. എങ്കിൽ ഈ ഗെയിമിന് ചെറിയൊരു വ്യത്യാസം ഞങ്ങൾ വരുത്തുകയാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു ടീം, ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു ടീം. നമുക്കിനി അങ്ങനെ കളിക്കാം. Come on, ചേട്ടാ, we can do this. ഈ കൂട്ടത്തിൽ ഒരു വൻപൻ തിരിച്ചു വരവ് നടത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആങ്കർ കാരണം? രഞ്ജിത്തേട്ടൻ. രഞ്ജിത്തേട്ടൻ. കാരണം പട്ടണി നമുക്കിനി ആ കാരണം കേൾക്കാം. പറഞ്ഞോടാ ചേട്ടാ. ഞാൻ ഒത്തിരി കോമഡിയും ഹ്യൂമറും ഒക്കെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരു ആളാണ് ഞാൻ. അപ്പം കൊച്ചായത് മുതല്, നേരത്തെ സ്കൂളിൽ പോകുന്ന സമയം മുതൽ ഇദ്ദേഹത്തിന്റെ സ്കിറ്റൊക്കെ കണ്ടിട്ടാണ്. ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞായിരുന്നു, പുള്ളി കരാട്ടക്കാരനായിട്ട് വരുന്ന ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ സാബുചേട്ടൻ കണ്ടിട്ടുണ്ടാവും. ചേട്ടാ, ഒരു ദിവസം ഞാൻ ചിരിച്ചു ചേട്ടാ. ഒരു ദിവസം കംപ്ലീറ്റ് ചിരിച്ചു. പുള്ളിയുടെ ആ ഒരു പെർഫോമൻസ്. അപ്പൊ തന്നെ ആവശ്യമില്ലാത്ത ഒരു സാധനങ്ങളിൽ ഒരു കാര്യമില്ലാത്ത ഇൻട്രൊഡക്ഷൻ. നെഞ്ചക്കനൊക്കെ ഇൻട്രൊഡക്ഷൻ. നെഞ്ചിനകത്ത് വരാതിരുന്ന അത് നെഞ്ചക്കൻ. അങ്ങനെ പറഞ്ഞാണ്. ഇതർ ദേഖോ ഉദർ ദേഖോ ലതർ ദേഖോ. ഈ സാധനം ചേട്ടാ ഒരു 15-16 ഇയേഴ്സിന്റെ മുമ്പ് കണ്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഈ വയസ്സ് എത്താനുണ്ടാവും. അപ്പൊ ഒരു കംബാക്ക് കൂടുതൽ ഒരാളെ തിരഞ്ഞെടുത്തിട്ട് അയാളെ കുറിച്ച് മറ്റുള്ളവർ വിശ്വസിക്കത്തില്ലാത്ത ഒരു കഥ പറഞ്ഞിട്ടുണ്ടാവും. ഓ, ഇത് ശരിക്കും സാബുചേട്ടന് കിട്ടണമെങ്കിൽ നല്ല കിണ്ണം വെച്ച സാധനം കിട്ടി. സാബുചേട്ടൻ എനിക്കിട്ട് പാടുന്നില്ല. സാബുചേട്ടനിട്ട് ഞാൻ തിരിച്ചു പാടിയാ. സാബുമോൻ എന്ന് പറഞ്ഞാൽ എത്ര സ്വീറ്റ് ആയിട്ടുള്ള ഒരു മോനാണ്. ഏതൊരു അമ്മയും ഏതൊരു അച്ഛനും കൊതിക്കും, എന്റെ മോനായിരുന്നെങ്കിൽ. അഭിഭാഷകർക്ക് ഒരു മാതൃകയാണ് സാബുമോൻ. അതെ, ഏത് കേസ് കൊടുത്തോ, എത്ര വലിയ ക്രിമിനൽ കേസ് കൊടുത്താലും അതൊക്കെ തട്ടുമ്പോ സൈക്കിൾ ഓടിച്ചാണ് കൊലക്കേസ് മേടിച്ചെടുത്താളാ. ഒരു ഇതാണ് സാബുമോൻ.
ഇനി എന്തൊക്കെ പറയണം? മതി. പിന്നെ ഞാൻ മറ്റേ മറ്റേ സൗന്ദര്യം അത് പറയുന്നത് ഭയങ്കരമാണല്ലോ. മറ്റേ കൂടെ പറ. ഞാൻ ഒരു ദിവസം വഴിയെ നടന്നു പോയപ്പോഴേ ഒരു കുഞ്ഞു താറാവ് പരിക്കേറ്റ് കിടക്കുകയായിരുന്നു. അങ്ങനെ ആ താറാവിനെ കൊണ്ടുപോയി മരുന്ന് കൊടുത്ത് വളർത്തി അതിനെ ശുശ്രൂഷിക്കുകയും പിന്നീട് ഒരു ഞായറാഴ്ച നോക്കിയപ്പോ കൂട്ടുകാരും വീട്ടിൽ വരികയും രാവിലെ ഒന്നും മേടിക്കാൻ ഈ പോകാൻ വെള്ള താറാവ് പറ്റാതെ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞപ്പോ അത്ര സ്നേഹത്തോടെ വളർത്തുന്നതിനെ അറുത്ത് റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് കൊടുത്തു. അതും കൂടെ എന്നാലും കുഴപ്പമില്ല, മാർക്ക് കൊടുക്കാം അല്ലേ? ബാബുജാ വികൃതമായിരിക്കും. അടുത്ത കണ്ടുപിടിക്കുന്നില്ല. ഈ കൂട്ടത്തിൽ മഹാബലിക്ക് കൂട്ടായി പാതാളത്തിൽ അയക്കാൻ പറ്റിയത് ആരെയാണ്? എന്തുകൊണ്ട്? ഒന്നുമില്ല. ആ നോട്ടത്തിലെല്ലാം ഉണ്ട്. ആ നോട്ടത്തിലെല്ലാം ഉണ്ട്. എനിക്ക് ആളിനെ കിട്ടി. എന്നെ തന്നെ നിന്നെ. പോകാനില്ലേ ഇല്ല നമ്മൾ എനിക്ക് സമാധാനമില്ലേ നമ്മൾ വിട്ടില്ലെങ്കിലും ഈ പ്രോഗ്രാം കഴിയുമ്പോ പ്രേക്ഷകർ നമ്മൾ എല്ലാത്തിനും കൂടെ വിടാൻ ചാൻസ്. നമ്മുടെ കോമഡി എല്ലാം കേട്ടു. എന്നെയാണോ? ഞാൻ അതിന് കാരണം പറയണം. മഹാബലി വർഷത്തിലൊരിക്കലാണ് നമ്മളെ പ്രജകളെ കാണാത്തുന്നത്. പക്ഷെ ഇവള് ചെന്ന് കഴിഞ്ഞാൽ അയാൾക്ക് ഇരിക്കപ്പെടുന്ന കൊടുക്കൂല. മിക്കവാറും മാസം പോയി വന്ന് കണ്ടു. നല്ല കാര്യല്ലേ അത്? അവിടെ നിങ്ങൾ ആലോചിക്കണം, എന്നെ കൊണ്ടൊരു ഗുണമായ കാര്യമാണ് മുന്നോട്ടേക്ക് നിങ്ങൾ നയിക്കുന്നത്. അയാൾ ശല്യം മൂത്തിട്ടല്ലേ ആണ് വരുന്നത്. കാണിച്ചാ പേയ്മെന്റിന്റെ കാര്യം സെറ്റാക്കി തരുന്നുണ്ട്. ശരി, ഒരു സമാധാനം കിട്ടും. ടോണി ജോയ് അടുത്ത സിനിമയ്ക്ക് പേര് സാബുമോൻ എടുത്തിരിക്കുകയാണ്. സാബുമോന്റെ ചോദ്യം അതാ, നമുക്ക് ഏതാണെന്നുള്ളത് അറിയാൻ പറഞ്ഞോ? കണ്ടുപിടിക്കുന്നില്ല അടുത്ത ആൾക്ക്. അങ്ങാരി പിടിക്കണ്ടായൊക്കെ എന്നാ പറഞ്ഞേ. ഇത് തിരിച്ചാണ് വെച്ചേക്കുന്നത്. തൊഴിൽ രംഗത്ത് വിജയിയാവാൻ 5 ഉപദേശങ്ങൾ. എലീനെ. ഇപ്പൊ തൊഴിലിടം എന്ന് പറയുമ്പോഴത്തേക്ക് എലീനയുടേത് അവതാരണ പരിപാടിയില്ല. അവതാരക ലൊക്കേഷനിൽ പാവാടയും പൊക്കി പിടിച്ച് നടക്കുക. ചേട്ടാ ചൂട്. 2 ഈ മരപ്പെട്ടി വളർത്തുന്ന കഥ ടി വി കൂടെ വെളിയിൽ പറയുന്നത് പോലീസ് പിടിച്ചോണ്ട് പോകും. 3 ബാക്കി മനുഷ്യരെ കൊണ്ട് എന്തെങ്കിലും പറയാൻ സമ്മതിക്കണം. ഇനി പ്രേക്ഷകർക്ക് കേൾക്കാൻ പറ്റിയ 3 കാര്യങ്ങൾ പറ. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു അത് പരിപൂർണ വിശ്വാസത്തോടെ മനസ്സിലായി. അത് ചെയ്യാൻ നേരം മനസ്സിനകത്ത് ഞാനാണ് ഇതിലെ രാജാവ് എന്നുള്ള തോട്ട് പ്രോസസ് എടുത്തു വയ്ക്കുക. മനസ്സിലായി. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ബാഡ് ആയിട്ടുള്ള ചില റെസ്പോൺസസ് കിട്ടും. അപ്പൊ അതിനെ ആ പഞ്ചായത്തിനകത്ത് തിരിഞ്ഞു നോക്കാൻ പാടില്ല. പിന്നൊന്ന് ഈ ഫേസ്ബുക്ക് മാമന്മാരുണ്ട്, തെറിയും വെറുപ്പും വിദ്വേഷവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ആ മേഖല വായിക്കാനേ പോകരുത്. അവനുള്ള മറുപടി മനസ്സിൽ കരുതിയേക്ക്. അവന് കടയാണെങ്കിൽ എനിക്ക് ഷോപ്പിംഗ് മാൾ ഉണ്ടെന്ന്. ഓ, ആ ലാസ്റ്റ് ഡയലോഗ് പഞ്ച്. പണ്ടേ ഇളക്കണേ. വീരനാണ് ചേട്ടാ മുകേഷ് ചേട്ടാ വായിക്കുന്നല്ലേ വായിക്കോ? തൊലച്ചി എന്തോന്നിട ഇത്? ഒരാളെ തെരഞ്ഞെടുത്തതിന് ശേഷം 5 വരികളിൽ കുറയാതെ പുകഴ്ത്തി സംസാരിക്കാൻ. മലയാളം പരീക്ഷയ്ക്ക് ഞാൻ എന്ന് പറഞ്ഞു. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എന്നെ ആരെ തെരഞ്ഞെടുത്ത്? അങ്ങനെ അതിന്റെ ആളൊന്നുമില്ല. ഞാന് എന്റെ പൊന്നെ എന്നാ സംഭവമാണെന്നറിയാം. ഞാൻ എത്ര നടന്മാരുടെ ശബ്ദം പറയും. പിന്നെ അതുപോലെ തന്നെ എന്നിട്ട് എല്ലാം എന്റെ സ്വരത്തിലാ. പിന്നെ ഞാൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭയങ്കര ഗ്ലാമറിന്റെ കാര്യത്തിൽ നമ്മള് ചെറുപ്പം കുടുംബം അടച്ച് ഞങ്ങളെല്ലാവരും ആണെങ്കിൽ ഭയങ്കര കുടുംബളിയല്ല, കുടുംബം അടച്ച് ഞങ്ങള് ഭയങ്കര സൗന്ദര്യമാണ്. ഏത് പെണ്ണും മൂത്ത് നോക്കിയാ പിന്നെ നിലത്ത് തുപ്പുക. അവിടെ തന്നെ തുപ്പു. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ മറ്റേ ഇത് ബുദ്ധിയുടെ കാര്യം അത് പറയാതിരിക്കാൻ സിനിമകള് ഇഷ്ടം പോലെ അത് പറയുകയാണെങ്കിൽ ഞാൻ അതുള്ളതാകട്ടോ. ചാന്തുപോട്ട്, ദൃശ്യം, ദൃശ്യം, ചാന്തുപോട്ട്, ഒന്നുമല്ല. പിന്നെ മെമ്മറീസ്, പിന്നെ പൃഥ്വിരാജിന്റെ വർഗം,
സുരേഷ് ഗോപിയുടെ ഡിറ്റക്റ്റീവ്. നിങ്ങളുടെ സ്വന്തം ചിരി കൊടുക്കാം. അത് പറയാൻ പറ്റില്ല. ഉപദ്രവിക്കല്ലേ, ഈ പറഞ്ഞ സാധനം പോവും, നിന്റെ പഞ്ച് പോവും. അപ്പൊ അങ്ങനെയൊക്കെ പടത്തിലൊക്കെ അഭിനയിച്ച് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുക. സാബുചേട്ടൻ കറന്റ് ഇപ്പൊ എവിടെയാണ് സാബുചേട്ടാ? ഞാന് ഇപ്പൊ എറണാകുളത്തുണ്ട്. 2 കുട്ടികള്, ഒരു ഭാര്യ ലീഗലി. ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴേ മണിക്കുട്ടൻ ചേട്ടൻ അവിടുന്ന് പാസ്. ശരി മണിക്കുട്ടൻ ചേട്ടാ, ഇപ്പൊ എവിടെയാണ്? ഇതിപ്പോ ഞാൻ രണ്ടുപേരും അവിടെയും പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ 50% ആൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടുന്നില്ല. അയ്യോ, ഞാൻ കല്യാണത്തിന് ചോദിച്ചത്. വീട്ടിലിപ്പോ എവിടെയാ? വീട്ടില് പപ്പയും അമ്മയും 2 ചേച്ചിമാര്, അവര് കല്യാണം കഴിച്ചു, അവർക്ക് മക്കളൊക്കെ ഉണ്ട്. ഇനി അവരുടെ ഫാമിലി അവരങ്ങനെ സൂപ്പർ. ഇതിന്റെ ഈ നടത്തിപ്പുകാരോടൊരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. ഇത് പറയുന്ന സമയത്ത് താഴെ കൂടെ ഒരു സ്ക്രോള് അമ്മയ്ക്ക് ഒരു മോൻ ആയില്യം നക്ഷത്രം BA താല്പര്യമുണ്ട് എന്നൊന്ന് ശുദ്ധ ജാതകം ഒന്ന് സ്ക്രോൾ ചെയ്യുക. അമ്മയ്ക്ക് ഒരു മോനല്ല 2 മക്കൾ, 3 മക്കളാണ്, 2 പെൺകുട്ടി ഒരു ഞാനും. പിന്നെ അവിട്ടം നക്ഷത്രം എടുത്ത് നക്ഷത്രം ഇവിടെ ഇപ്പൊ എഴുതിയാൽ മതി. അവിട്ടം നക്ഷത്രം ശുദ്ധ ജാതകം. അല്ല, നേരത്തെ ഒരാള് പറഞ്ഞല്ലോ, പിന്നെ ആങ്കറിങ്ങിന് വന്നിട്ട് പ്രൊഡ്യൂസറെ അടിച്ചോണ്ട് പോയേ. അതെ, ഇത് മറ്റേ ഞങ്ങളുടെ ലവ് മാരേജ് എന്ന് പറയാൻ പറ്റില്ല. ഇല്ല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിരുന്നു. പ്രപ്പോസ് ചെയ്തു. അല്ല, വെറുതെ വെറുതെ ഒരു ദിവസം ഫോൺ ചെയ്ത് കാര്യം സംസാരിക്കാനായിട്ട്. അപ്പം വിശേഷമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചപ്പോ എന്റെ വീട്ടിൽ അന്ന് കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഞാൻ പറഞ്ഞു വീട്ടിൽ ഇതാ കല്യാണമൊക്കെ ആലോചിക്കണം, ഇങ്ങനെയൊക്കെ പോണു എന്നൊക്കെ. അപ്പോഴെന്റെ അടുത്ത് ചോദിച്ചു, ഞാനെന്ന് എന്റെ വീട്ടിൽ നിന്ന് വിടട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എന്താ നീലാണ് ഇങ്ങനെ പറയാം. അപ്പൊ പറഞ്ഞു സീരിയസ് ആയിട്ട് പറയാൻ ഞാൻ വിടട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ വീട്ടിൽ സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഫോൺ കട്ട് ചെയ്തു. ആ സെക്കൻഡിൽ തന്നെ ഞാൻ എന്റെ അമ്മേനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ നീലാണ് ഇങ്ങനെ. ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് വിളിച്ചു ചോദിച്ചപ്പോഴത്തേന്? ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോ അമ്മയെ വിളിച്ചു പറഞ്ഞു. ആദ്യം നിഖിലേട്ടൻ അമ്മയെ വിളിച്ചു, അമ്മ പപ്പ റെഡി ആയിട്ടിരുന്നോ? ഞാൻ എന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞിരുന്നു, പപ്പ അമ്മ റെഡി ആയിട്ടിരുന്നോ? ഞാൻ ഒരു കൊച്ചിനോട് ചോദിക്കാൻ വേണം കല്യാണം. എന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു ഡീറ്റെയിൽസ് പറ. ചുമ്മാല്ല എന്റെ കല്യാണം നടക്കാത്ത. അപ്പോഴാണ് കല്യാണം നടക്കുള്ളൂ. എന്നിട്ട് വീട്ടിൽ ഫോൺ കട്ട് ചെയ്തപ്പം നിഖിലേട്ടന്റെ അച്ഛനമ്മയെ വാതിൽക്കല്. എന്തൊരു അത്ഭുതം. അപ്പോഴും നിഖിലേട്ടന്റെ കോള് കട്ട് ചെയ്തില്ല. എന്നോട് അമ്മ ഞങ്ങളിവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സ്റ്റോറി കറക്റ്റ് ലൈനിലെത്തി. താലത്തിൽ കൊച്ചിനെ കൊടുത്തു. എല്ലാ ബിസിനസ് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു സിനിമ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു കോമിക് എങ്കിലും. പക്ഷേ ലവ് മാരേജ് ആയിരുന്നില്ല. അപ്പൊ നമ്മളിങ്ങനെ വെറുതെ വാചം അടിച്ചിട്ട് പോവല്ല. ഓണം ആയിക്കൊണ്ട് തന്നെ ഓണ സമ്മാനങ്ങളും ഉണ്ട് നിങ്ങൾക്ക്. ഓണ സമ്മാനം നൽകുന്ന ആരൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. നെല്ലരി സോട്ടെക്സ് റൈസ്, രുചിയുള്ള ഊണിന് അരി നെല്ലരി സോട്ടെക്സ് റൈസ് തന്നെ വേണം. ഇയോ ഫ്രഷ് ബോൾ ഗ്രേപ്പ് ഡ്രിങ്ക്, ഹെൽത്തി ലിവ് ഹെൽത്തി. ഡീപോൾ കാർ ഷാംപൂ, ഡീപോൾ കാർ കെയർ ആൻഡ് ഹോം ക്ലീനിങ് പ്രോഡക്റ്റ്. അതോടൊപ്പം തന്നെ പോംസ് കിഡ്സ് വെയർ. കണ്ടോ, അത് മാത്രമല്ല നമുക്ക് നല്ല അടിപൊളി സ്പൈസ് ബാസ്ക്കറ്റ് മസാല കിറ്റ് ഉണ്ട്. അതായത് സ്പൈസ് ബാസ്ക്കറ്റ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പറും നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നെല്ലരി സോട്ടെക്സ് റൈസ് ചേട്ടൻ നെല്ലരി സോട്ടെക്സ് റൈസ് തരും. പോംസ് കിഡ്സ് വെയർ ആണ് ഇയോ ബോൾ ഗ്രേപ്പ് ജ്യൂസ്. ഡീപോളിന്റെ കാർ വാഷ്, അതുപോലെ തന്നെ സ്പൈസിന്റെ ഒരു അടിപൊളി ബാസ്ക്കറ്റ് ഉണ്ട്. ഈ ബാസ്ക്കറ്റിൽ ഫുള്ള് സ്പൈസിന്റെ ഗിഫ്റ്റ് ഹാമ്പർ ആണ്. അപ്പൊ എന്തായാലും സാബു ചേട്ടനായിരുന്നു എന്നോട് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറഞ്ഞത്. നമ്മളത് ഉഷാറാക്കി എടുത്തു എന്നാണ് തോന്നുന്നത്. അപ്പൊ ആരും തുടങ്ങാം? സാബു ചേട്ടൻ തന്നെ തുടങ്ങാം. എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാരെയും ഒരുമിച്ച് കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒത്തുകൂടുമ്പോഴാണ് ഓർക്കുന്നത്, ദൈവമേ കുറെ വർഷമായല്ലേ ഇതിലോട്ട് ഇറങ്ങിയിട്ട്. ഒരുമിച്ച് കണ്ടാലും സാബു പറഞ്ഞോണ്ട് തന്നെ ഭയങ്കര സന്തോഷം. ഇതൊരു താങ്ക്സ് ഗിവിംഗ് മൂമെന്റ് ആണ്. കാരണം സൂര്യ TVക്ക് എൻ്റെ നന്ദി അറിയിക്കാനായിട്ടൊരു അവസരം ലഭിച്ചതിൽ നിങ്ങളോടും ഇതിന്റെ പ്രൊഡ്യൂസർ സൈഡിലോടും എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കും. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു പ്രാവശ്യത്തെ ഓണം നമുക്ക് എല്ലാവർക്കും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്ന, ഒരിക്കലും മറക്കില്ലാത്ത നല്ലൊരു ഓണം തന്നെയാണ്. പല ചാനലിലും പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിലും സൂര്യ TVയിലെ രസികരാജ നമ്പർ 1 ആണ് ഞങ്ങൾ ഭയങ്കര ഒരു ഹൈപ്പിലേക്ക് കൊണ്ടുപോയത്. ഈ സൂര്യ TVയുടെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ ഒരുമിച്ച് ഈ ഓണത്തിന് കൂടിയപ്പോൾ
അറിയാതെ തന്നെ വളരെ സന്തോഷം തന്ന ഒരു നിമിഷമാണ്. അപ്പോൾ ഈ സൂര്യ TV തന്ന ഈ ഒരു മഹത്തായ ഈ ഒരു സമയത്തിന് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. ഹാപ്പി ഓണം. എന്തോ സൂര്യ ടിവിയുടെ മറ്റേ ഇതിനേക്കാളും ഒരു പ്രത്യേകത പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നു. ആ ഒരു ഇഷ്ടം വീണ്ടും തിരിച്ച് ഈ ഓണത്തോടുകൂടി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ഷോസ് ചെയ്തിരിക്കുന്നത് സൂര്യ ടിവിയിലാണ്. സൂര്യയുടെ 25 വർഷത്തിൽ ഒരു 13 വർഷം എന്റെയും ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു വളരെ സന്തോഷമുണ്ട്. പല ആൾക്കാരെയും എനിക്ക് നേരിട്ട് അറിയില്ല, പക്ഷെ എല്ലാവരെയും ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ അയ്യോ എന്ത് വണ്ടർഫുൾ ആർട്ടിസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ടുള്ള ആൾക്കാരോ. അപ്പൊ അവരുടെ കൂടെ ഇവിടെ ഇരിക്കാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു. 25 കൊല്ലത്തിന്റെ ഇടയിൽ നമ്മൾ ആരൊക്കെയാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ആ ഒരു സമയം സൂര്യ TV തന്നതും ഇതിന്റെ പ്രൊഡ്യൂസർ നമുക്ക് തന്നതും ഇതിന്റെ ബാക്കിയുള്ള അണിയറ പ്രവർത്തകർ നമുക്ക് തന്നതും ദാറ്റ് ഇസ് ലൈക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള സാധനം. ഇഫ് യു ആസ്ക് മീ വിച്ച് ഇസ് ദ മോസ്റ്റ് മെമ്മറബിൾ ഓണം, ഐ വുഡ് സേ ദിസ്. സീനിയേഴ്സിന്റെ കൂടെ ഇരിക്കാൻ പറ്റിയാലും എന്നെ ഇതിന്റെ ഒരു ഫേസ് ആണെന്നുള്ള മനസ്സിലേക്ക് വിളിച്ചതിലും എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഞാൻ ഒരു അക്ഷരം മിണ്ടത്തില്ല. ഒന്നും മിണ്ടണ്ട. അതായത് പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട് പോകുന്നതിന് മുമ്പ്. ഹലോ, എക്സ്ക്യൂസ് മീ. യാ, അത് ഞാൻ ഇറങ്ങട്ടെ, തമിഴ് പടത്തിന്റെ ഷൂട്ടുണ്ട്. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് ഹലോ നായിക വരാണ്ട് എന്ത് തമിഴ് പടം അവിടെ ഇരിക്കും. ഞാൻ അവിടെ ചെന്ന് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. നായിക ഇല്ല. അയ്യോ, അതിൽ നായിക ഉണ്ട്. സർപ്രൈസ് ആയിരുന്നു. നമ്മളാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട മലയാളികൾക്ക് നമുക്കെല്ലാവർക്കും കൂടി ചേർന്ന് ഒരു ഓണാശംസയും കൊടുക്കാം. ഓക്കെ.